ഡെഡ്പൂൾ വേഴ്സസ് ജോക്കർ. ഇവർ തമ്മിൽ ഫൈറ്റ് അല്ല, പകരം ഇവർ രണ്ടുപേരെ ഒരു റൂമിൽ 1 വർഷം അടച്ചു വെച്ച് രണ്ടുപേരെയും സംസാരിക്കാൻ വിടണം. ആ സംസാരത്തിൽ ആരാണോ മറ്റൊരാളോട് സംസാരം നിർത്തുക എന്ന് പറയുന്നത് അയാൾ തോക്കും. അങ്ങനെ ഒരു ഫൈറ്റ് നടന്നാൽ ആരായിരിക്കും ജയിക്കുക, ഡെഡ്പൂളോ അതോ ജോക്കറോ? ഡെഡ്പൂൾ ഒരു അൺസ്റ്റേബിൾ ആയ ഒരു ക്യാരക്ടറാണ്. കൂടാതെ താനൊരു കോമിക് ബുക്കിലാണെന്ന് അറിയാവുന്ന ഒരാൾ കൂടി, ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്ന ഒരാൾ, സെൽഫ് അവെയറൻസ് ഉള്ള ഒരാൾ, സംസാരിക്കാൻ തുടങ്ങിയാൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരെയും വെറുപ്പിക്കാൻ കഴിയുന്ന ഒരു ക്യാരക്ടറാണ് ഡെഡ്പൂൾ. അതേസമയം ജോക്കർ ആണെങ്കിലോ, താനാണ് യഥാർത്ഥ കിങ്, താനാണ് ഒരേ ഒരു ക്ലോൺ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, ഒരാളെ എങ്ങനെ വെറുപ്പിക്കാം എന്ന് കറക്റ്റായി അറിയാവുന്ന ഒരാൾ. മെന്റലി സ്ട്രോങ് ആയ ബാറ്റ്മാനെ വരെ വെറുപ്പിക്കുന്ന ഒരാളാണ് ജോക്കർ. ഇവർ രണ്ടുപേരെയും സംസാരിക്കാൻ വിട്ടാൽ അത് ഡെഡ്പൂൾ ആയിരിക്കും ജയിക്കുക. അത് ഞാൻ പറഞ്ഞതല്ല, ബാറ്റ്മാൻ തന്നെയാണ് പറഞ്ഞത്. ബാറ്റ്മാൻ വേഴ്സസ് ഡെഡ്പൂൾ എന്ന കോമിക്കിൽ ബാറ്റ്മാൻ ജോക്കറിനോട് പറയും, ഇത്രയും വർഷം നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കിയെങ്കിലും നിന്നെക്കൊണ്ട് പറ്റിയില്ല. എന്നാൽ ഡെഡ്പൂൾ എന്റെ കൂടെ വെറും 1 മണിക്കൂറാണ് ബാറ്റ്മൊബൈലിൽ സ്പെൻഡ് ചെയ്തത്. ആ 1 മണിക്കൂർ കൊണ്ട് തന്നെ അവൻ നിന്നെ തോപ്പിച്ചു. സംസാരിച്ച ഒരാളെ കൊല്ലുന്നതിന് ഡെഡ്പൂൾ ആണ് ഏറ്റവും മികച്ചതെന്ന് ബാറ്റ്മാൻ വരെ സമ്മതിച്ചു. ഇനി ഇത് കൂടുതൽ എന്ത് തെളിവാ വേണ്ടേ?